നടാഷയോ? എനിക്കവളെപ്പറ്റി ഒന്നും അറിയത്തില്ല. ആനന്ദിന്റെ കൂടെ മിക്കപ്പോഴും ആ പെണ്ണ് കാണുന്നതിന് അവനും ഞാനും ഏതു നേരവും അടികൂടുന്നതാ. നരേന്ദ്രൻ അങ്കിൾ വൈഭവനെ പൂട്ടാൻ ഇറക്കിയതാ അവളെ എന്നല്ലാതെ വേറൊന്നും എനിക്ക് ആ പെണ്ണിനെപ്പറ്റി അറിയില്ല. മാത്രമല്ല കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്നെ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചേക്കുമല്ലേ. പിന്നെ ആ പെണ്ണ് എന്തിയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം? മീര ശിവയ്ക്ക് നേരെ ചൊടിച്ചു ചോദിച്ചതും അത് ശരിയാണല്ലോ എന്ന പോലെ ശിവ എളിക്ക് കൈകുത്തി. മീരയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലാണ് ശിവ. രാത്രി മീരയ്ക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതാണ് അവൾ. കൂട്ടത്തിൽ നടാഷയെ പറ്റിയും ചോദിച്ചു. മീരയിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ പറ്റിയെങ്കിലോ എന്ന് ഓർത്തു. ശരി, നടാഷയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എങ്കിൽ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. ഒരു ഡോക്ടർ രാജീവ് മേനോനെ അറിയോ മീരയ്ക്ക്? പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ ശിവ ചോദിച്ചതും മീരയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ താണു. അവളുടെ മുഖത്ത് കള്ളത്തരം നിഴലിച്ചു. അത് കണ്ട ശിവ ഒന്ന് ചിരിച്ചു. അപ്പോ നിനക്കറിയാം. ഡോക്ടർ രാജീവ് മേനോൻ എന്നൊരു പേര് സൗപർണികയുടെ ഡേറ്റാബേസിലില്ല. എനിക്ക് മുന്നേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് നീയല്ലേ? അതാ നിന്നോട് ചോദിച്ചത്. ഒന്ന് എറിഞ്ഞു നോക്കിയതാ, പക്ഷേ കൊണ്ടു അല്ലേടി? ശിവ പുച്ഛത്തോടെ വീണ്ടും ചോദിച്ചു. തന്നെ നവസിൽ വിട്ടിട്ട് ഡോക്ടർ സിദ്ധുവിനരികെ പോയിരുന്നു. അപ്പോഴാണ് അപ്പുവിന്റെ കോൾ വന്നത്. സുധാമയിൽ നിന്നും അറിഞ്ഞ ഡോക്ടർ രാജീവ് മേനോന്റെ കാര്യം അവൾ പറഞ്ഞു. തൽക്കാലം ഉണ്ണിയേട്ടനോട് ഇത് പറയണ്ടെന്നും കുട്ടികളെ പറഞ്ഞ് ഏൽപ്പിച്ചു. പറ, ആരാ അത്? ശിവാമി, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഹോസ്പിറ്റലിലെ മെയിൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന രാജീവ് മേനോന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പലപ്പോഴായി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വൈഭവ് സിഇഒ സ്ഥാനത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ നരേന്ദ്രൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാനാ അതെല്ലാം സിസ്റ്റത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് നരേന്ദ്രൻ പറഞ്ഞിട്ടാണോ? അല്ല, എന്റെ അറിവിൽ വൈഭവിന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടാ ആ പൈസ അയാൾക്ക് കൊടുത്തത്. മീര പറഞ്ഞത് കേട്ടതും ശിവ ഒന്ന് ഞെട്ടി. മുത്തശ്ശനോ? മുത്തശ്ശൻ എന്തിന് ഹോസ്പിറ്റൽ അക്കൗണ്ടിൽ നിന്നും അങ്ങനെ ഒളിച്ച് ഒരാൾക്ക് പൈസ കൊടുക്കണം? രാജീവ് മേനോൻ മുത്തശ്ശൻ ആരാ? ശിവയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. മീര വീണ്ടും പറഞ്ഞതും ശിവ അവളെ നോക്കി. ഈ ഡോക്ടർ രാജീവ് മേനോൻ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. വാട്ട്? അതെ, സത്യമാണ്. ഇത്രയും വലിയ തുക അയാൾക്ക് കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ ക്യൂരിയോസിറ്റി തോന്നി ഞാനൊന്ന് അന്വേഷിച്ചതാ. അപ്പോഴാ അയാൾ സൈക്കാട്രിസ്റ്റ് ആണെന്ന് അറിഞ്ഞത്. മീര അതുകൂടി പറഞ്ഞതും ശിവ ശരിക്കും കുഴഞ്ഞിരുന്നു. അവൾ തലയ്ക്ക് കൈ കൊടുത്തു പോയി. ഒന്ന് അറിയാൻ ശ്രമിക്കും തോറും കാര്യങ്ങൾ കൂടുതൽ ഉള്ളിലേക്ക് കുഴയുകയാണ്. പെട്ടെന്ന് മുറ്റത്ത് കാർ വന്ന ശബ്ദം കേട്ട് അത് വൈഭവാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. അവൾ വേഗം മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ശിവാമി, പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് പുറത്തു വിട്. മീര പെട്ടെന്ന് അവളോട് കെഞ്ചി. നിന്നെ പുറത്തു വിടാനോ? അതിന് സമയമായിട്ടില്ല മോളെ. തീരുമ്പോ നിറയുന്ന അക്ഷയപാത്രം പോലെ നിന്നിൽ നിന്ന് രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടാവും. അത് കഴിയട്ടെ, എന്നിട്ട് വിടാം. ശിവാമി, പ്ലീസ്, എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞില്ലേ, ഇനി ഒന്ന് വിടന്നേ. പെണ്ണെ, ഇവിടെ കിടന്ന് വെറുതെ വിളിച്ചു പോവണ്ട. നിന്റെ ശബ്ദം പുറത്തു കേട്ടാൽ അറിയാലോ. അത് എന്റെ ഡോക്ടർ അറിയും. പിന്നെ നീ ഇവിടെ വന്നതെങ്ങനെ എന്നുകൂടി അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ശിവ ചോദിച്ചത് മീര പേടിയോടെ വേണ്ടെന്ന് തലയാട്ടി. എങ്കിൽ വല്ലതും കഴിച്ചിട്ട് അവിടെ മിണ്ടാതെ കിടാ. പെണ്ണിനെ തറപ്പിച്ചു നോക്കി പറഞ്ഞിട്ട് ശിവ മുറി തുറന്നിറങ്ങി. ആ മുറിക്ക് പുറത്തുനിന്ന് പൂട്ടിയിട്ട് വേഗം വെളിയിലേക്ക് നടന്നു. മുത്തശ്ശിക്കുള്ള മരുന്നെല്ലാം കൊടുത്ത ശേഷം സൗദാമിനി റൂമിലെത്തിയതും കാണുന്നത് ബെഡിലിരുന്ന പഴയ ഒരു ഫോട്ടോ ആൽബത്തിലൂടെ കണ്ണുകൾ ഓടിക്കുന്ന മഹേന്ദ്രനെയാണ്. വൈഭവിന്റെ കുഞ്ഞിലേ മുതലുള്ള ഫോട്ടോസാണ് അതിൽ. സൗവർണിക തന്റെ ക്യാമറയിൽ എടുത്തത്. അത് പിന്നെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് സുധ ഒന്നും മിണ്ടാതെ കതകടച്ചു വന്ന് കട്ടിലിന്റെ അടിയിൽ നിന്ന് തന്റെ പായെടുത്ത് നിലത്തേക്ക് വിരിച്ചു. സുധേ, ആ മരുന്നൊന്ന് ഇങ്ങ് എടുത്തു തരുവോ? ആൽബം മടക്കി വെച്ചു മഹേന്ദ്രൻ പറഞ്ഞതും സുധ ഒന്ന് അയാളെ നോക്കി. ആ മരുന്ന് കഴിക്കുന്നതൊക്കെ നിർത്തിയതല്ലേ, പിന്നെന്തിനാ ഇപ്പോ? വേണം. മനസ്സ് അസ്വസ്ഥമായി തുടങ്ങിയടോ. ദയനീയമായ ചിരിയോടെ മഹേന്ദ്രൻ പറഞ്ഞതും സുധ പിന്നൊന്നും ചോദിച്ചില്ല. കബോർഡ് തുറന്ന് മെഡിസിൻ ബോക്സിൽ നിന്ന് 2 ടാബ്ലറ്റ് എടുത്ത് അയാൾക്ക് കൊടുത്തു. കൂട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും. അത് കഴിച്ച് മഹേന്ദ്രൻ പതിയെ ബെഡിലേക്ക് കിടന്നു. റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് സുധയും നിലത്ത് വിരിച്ച് തന്റെ പായിലേക്ക് ചാഞ്ഞു. തന്റെ മക്കളെ കാത്തോണേ ഭഗവാനെ എന്ന് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് ശിവ വേഗം റൂമിലേക്ക് ചെന്നു. വന്നത് വൈഭവിന്റെ കാർ ആകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. തന്നെ ഇവിടെ വീട്ടിലാക്കിയിട്ട് പോയതാണ് നടാഷയെ തപ്പി. മുറിക്കുള്ളിൽ ചെന്നതും ആളെ അകത്തു കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദത്തിൽ നിന്ന് വൈഭവ് കുളിക്കുകയാണെന്ന് മനസ്സിലായ പെണ്ണ് വേഗം തിരിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് ഓടി. കൈയോടെ ഒരു കപ്പ് ചൂട് കോഫിയും ഇട്ടുകൊണ്ട് തിരിച്ചു വന്നു. മുറിയിലേക്ക് കയറി കതക് ലോക്ക് ചെയ്തതും കണ്ടു പുറത്തേക്ക് നോക്കി ജനാലിലേക്ക് മുന്നിൽ നിൽക്കുന്നവനെ. കുളി കഴിഞ്ഞിറങ്ങിയതിന്റെ അടയാളം പോലെ ആ ശരീരത്താകെ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കൂടെ അലസമായ നനഞ്ഞ മുടിയിഴകളിൽ നിന്ന് വെള്ളമിറ്റ് നഗ്നമായ ആളുടെ പുറമേനിൽ തൊട്ട് താഴേക്ക് ചലിക്കുന്നുണ്ട്. അരയിൽ കെട്ടിയിരിക്കുന്ന ടർക്കി മാത്രമാണ് വേഷം. വലത് കൈ വിരലുകൾ കൊണ്ട് ചില്ല് ജനാലയിൽ തട്ടിവിടുന്നുണ്ട്. ആ നിൽപ്പ് കണ്ടപ്പോഴേ ശിവയ്ക്ക് മനസ്സിലായി അവന്റെ ഉള്ളിലെ സംഘർഷം എത്രയാണെന്ന്. കയ്യിലെ കോഫി അവിടെ മേശപ്പുറത്തേക്ക് വെച്ചു. പതിയെ ചെന്നവന്റെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു ശിവ.
പൂർവ്വകാമുകിയെ കാണാനില്ലാത്തതിന്റെ വിഷമാണോ മിസ്റ്റർ കടുവയ്ക്ക്? കളിയോടെ അവൾ ചോദിച്ചു. വൈഭവിന്റെ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാനാണ് പെണ്ണ് അങ്ങനെ ചോദിച്ചേ. അവളുടെ ആ ചോദ്യത്തിൽ അത്രയും നേരം മുറിയിരുന്നവന്റെ മുഖം ഒന്നയഞ്ഞു. ചുണ്ടിൽ ഒരു ചെറുചിരി പൊടിഞ്ഞു. അവന്റെ കണ്ണുകൾ ശിവയെ തേടി. അവൻ അവളുടെ കൈകൾ പിടിച്ച് ഒന്ന് വലിച്ചു തനിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. വിഷമമാണെന്ന് പറഞ്ഞാൽ നിന്റെ മുഖം ചുവക്കോടി? അതോ സീരിയൽ നായിക കണക്ക് എല്ലാം സഹിക്കുന്ന അഡ്ജസ്റ്റ് ഭാര്യയാവോ? ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും പെണ്ണിന്റെ മുഖമങ്ങ് ദേഷ്യത്തിൽ ചുവന്നു കയറി. അഡ്ജസ്റ്റ് ഭാര്യ നിങ്ങളുടെ മറ്റവൾ. ടെൻഷൻ അടിച്ചിരിക്കുവല്ലേ, ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് തമാശ അല്ലേ ദുഷ്ട? ഏറി വന്ന ദേഷ്യത്തോടെ പറഞ്ഞ പെണ്ണ് അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ ആഞ്ഞൊന്ന് പിച്ചി. അടുത്ത നിമിഷം വൈഭവ് അവളുടെ കൈ ഒന്ന് പിടിച്ചു വെച്ചു. പെണ്ണിനെ ഒന്ന് ആഞ്ഞു പുണർന്ന് ഉറക്കെ ചിരിച്ചു. ഇതാണ് എന്റെ മിസ്റ്റർ കടുവ. അറിയാതെ തമാശയ്ക്ക് പോലും ഒരു പെണ്ണിന്റെ പേര് എനിക്കൊപ്പം പറയുമ്പോൾ ചുവന്നു കയറിയ നിന്റെ ഈ മൂക്കിൻ തുമ്പ് ഉണ്ടല്ലോ പെണ്ണെ, അതെനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോടി? ചിരിയോടി തുടങ്ങി പറഞ്ഞ് അവന്റെ ശബ്ദം പിന്നെ മൃദുവായി താഴ്ന്നു. അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നു. പെണ്ണിന്റെ ശ്വാസം അവന്റെ ചുണ്ടിനെ തൊട്ടതുപോലെ തോന്നി. ശിവയുടെ കവിൾത്തടങ്ങൾ ചുവന്നു. അവന്റെ പൂച്ച കണ്ണുകളുടെ നോട്ടം എത്തിയതും നാണത്തിന്റെ ചെഞ്ചുവപ്പ് അവളുടെ കാഴ്ചയിൽ മിന്നി. വൈഭവിന്റെ വിരലുകൾ അവളുടെ മുടിയിലൂടെ അല്പം തഴുകി. ആ നിശബ്ദ നിമിഷത്തിൽ ഇരു ഹൃദയങ്ങളുടെ താളം മാത്രമായിരുന്നു കേൾക്കാനായത്. പെട്ടെന്ന് അവന്റെ മുടിയിൽ നിന്ന് തെന്നി വീണ വെള്ളത്തുള്ളി ശിവയുടെ മുഖത്ത് വന്നു വീണു പൊട്ടിച്ചിതറി. എന്റെ മഹാദേവ, തല തുവർത്തിയില്ലേ ഡോക്ടറെ നിങ്ങള്? പെട്ടെന്ന് അവനോട് ചോദിച്ചു കൊണ്ടവൾ വൈഭവിൽ നിന്ന് പിടഞ്ഞു മാറി. പെണ്ണിൽ ഉത്കണ്ഠയേറിയിരുന്നു. വൈഭവ് ചിരിയോടെ കൈകൊണ്ട് തല ഒന്ന് കുടഞ്ഞതും ശിവ പോയി അവളുടെ ഉണങ്ങിയ ടർക്കി എടുത്തുകൊണ്ട് വന്നു. കൂട്ടത്തിൽ അവന് കുടിക്കാനായി കൊണ്ടുവന്ന കോഫിയും കയ്യിൽ കൊടുത്തു. ഇതും കുടിച്ചിവിടെ ഇരി. വലിയ കുമ്പത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ബോധം വേണ്ടേ? വൈഫിനെ പിടിച്ച് ജനാലയുടെ സൈഡിലേക്ക് ഇരുത്തി അവന്റെ തല തുവർത്താൻ തുടങ്ങി. കൂട്ടത്തിൽ പെണ്ണിന്റെ വായിൽ വരുന്നതൊക്കെയും പറയുന്നുണ്ട്. അവളുടെ വിരലുകൾ അവന്റെ തലയിലൂടെ സ്പർശിച്ചപ്പോഴെല്ലാം വൈഭവിന്റെ മുഖത്ത് ചിരി കൂടി വന്നു. അവൻ കയ്യിലിരുന്ന കോഫി കപ്പ് പയ്യെ സൈഡിലേക്ക് മാറ്റിവെച്ചു. പെണ്ണിനെ ഇരു കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അല്ല അമ്മി, നീ തടിച്ചോ? നിന്റെ വയർ വെളിയിൽ ചാടാൻ തുടങ്ങിയല്ലോ പെണ്ണെ. ശിവയുടെ ടോപ്പ് പതിയെ ഉയർത്തി ചെറുതായി ഉന്തിയ പെണ്ണിന്റെ വയറിൽ തൊട്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു വൈഭവ്. ഫുഡ് ഇത്തിരി കുറച്ചോട്ടെ? ഇല്ലേൽ 9 മാസം കൊണ്ട് വീപ്പക്കുറ്റി പോലെ ആവും നീ. തല ഒന്നുയർത്തി പെണ്ണിനെ നോക്കി കുറുമ്പോടെ വീണ്ടും അവൻ പറഞ്ഞതും ശിവയുടെ കവളുകൾ കോപം കൊണ്ട് നിറഞ്ഞു. ഡോ കള്ളക്കടുവേ, എന്നെ കയറി ഗർഭിണിയാക്കിയതും പോരാ, തനിക്കിപ്പോ ഞാൻ തടിച്ച് അല്ലേടോ? വൈഭവിന്റെ കളിയാക്കൽ ടെമ്പർ തെറ്റിയ പെണ്ണ് അവന്റെ കഴുത്തിനു പിടിച്ചു ദേഷ്യത്താൽ ചോദിച്ചു. അടുത്ത നിമിഷം പൊട്ടി വന്ന ചിരിയോടെ അവളെ വലിച്ച് ദേഹത്തേക്കിട്ട് ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് ചേർത്ത് പിടിച്ചു വൈഭവ്. നീ തടിച്ചയാൽ എനിക്കെന്താടി പെണ്ണെ? എന്റെ ജീവനെ പേർന്ന ശരീരം ഇത്. അതിലുപരി എന്നെ നെഞ്ചിലേറ്റിയ ഉടൽ. അതിനോട് ഒരിക്കലും തീരാത്ത പ്രേമമാ നിന്റെ ഈ ഡോക്ടർക്ക്. അതിനി മാറാനും പോകുന്നില്ലാമേ. നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നവളുടെ കാതോരം ചുണ്ടു ചേർത്ത് നേർത്ത നിശ്വാസത്തിൽ വൈഭവ് പറഞ്ഞതും ശിവയുടെ മുഖത്ത് ചിരിയും കണ്ണുകളിൽ മൃദുവായ തിളക്കവും ഉണ്ടായി. തെമ്മാടി. നാണം കലർന്ന ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ മുഖം ചേർത്ത് ചെറുതായി കടിച്ചു ശിവ. വൈഭവ് ഒന്ന് നിറഞ്ഞു ചിരിച്ചു. പെട്ടെന്ന് അവൻ ജനലിലേക്ക് ചാഞ്ഞതും ആ ജനൽപ്പാളി ഒന്ന് പയ്യെ തുറന്നു. അപ്പോൾ താഴെ മുറ്റത്തു നിന്ന് സേതുവിന്റെയും അനിതയുടെയും ശബ്ദം കേട്ട് വൈഭവിന്റെയും ശിവയുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സേതുവിന്റെ പിന്നാലെ നടന്ന് എന്തോ കാര്യമായി പറഞ്ഞു വഴക്കിടുവാണ് അനിത. ഈ അനിതമ്മയുടെ ലെക്ചറടി ഇതുവരെ തീർന്നില്ലേ? ശിവ താഴേക്ക് നോക്കി പറഞ്ഞു. ലെക്ചറോ? എന്താ അവിടെ? അനിത ആന്റി എന്താ സേതു അച്ഛനോട് ഈ പറയുന്നത്? അത് വേറൊന്നുമില്ല ഉണ്ണിയേട്ടാ. ഇന്ന് അച്ഛ ഒരു പണി കാണിച്ചു. വല്ലാത്ത പൂതി കയറിയിട്ട് വൈകുന്നേരം ബീച്ചിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചു. അച്ഛയുടെ പുറത്തെ മുറിവ് ഉണങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. അത് കണ്ട അനിതാമ്മ അപ്പോൾ തുടങ്ങിയതാ അച്ഛയെ കണ്ണു പൊട്ടുന്ന ചീത്ത പറയാൻ. അതാ ആ കാണുന്നത്. ശിവ ചിരിയോടെ പറഞ്ഞതും വൈഭവും ഒന്ന് ചിരിച്ചു. എന്താ അവര് തമ്മിലുള്ള ശരിക്കുള്ള കണക്ഷൻ? അനിത ആന്റിക്ക് നിന്റെ അച്ഛനോട് ഒരു കണ്ണുണ്ട് എന്ന് എനിക്കറിയാം. ഡിഡ് മിസ്റ്റർ സേതുമാവൻ ആൽസോ ലൈക്ക് ഹർ? അപ്പോൾ ഉണ്ണിയേട്ടനോട് ഞാൻ ആ കഥ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ? അവൾ ചോദിച്ചതും വൈഭവ് ഇല്ലെന്നൊന്ന് തലയാട്ടി. അത് വലിയ കഥയാ. കഥാകാരന്റെ മോളാണ് നീയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വലിയ പരിഷ്കാരമൊന്നും വേണ്ട. വലിയ കഥ ചുരുക്കി കുഞ്ഞാക്കി പറഞ്ഞാൽ മതി. ചെക്കൻ കളിക്ക് പറഞ്ഞതും ശിവയുടെ കവൾ ഒന്ന് വീർത്തു. വീർപ്പിച്ച് പൊട്ടിക്കാതെ കഥ പറയടി ഉണ്ടക്കണ്ണി. അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു വൈഭവ് പറഞ്ഞതും ശിവ ചിരിച്ചു. അവൾ പറഞ്ഞു തുടങ്ങി. ഈ നവസിന്റെ അങ്ങേ തലക്കൽ മെയിൻ റോഡ് തിരിഞ്ഞാൽ ഒരു 2 നില വീട് കാണുന്നില്ലേ? അതായിരുന്നു എൻ്റെ അനിതാമ്മ എന്ന അനിത പുന്നൂസിന്റെ തറവാട് വീട്. പുന്നൂസ് എബ്രഹാം, താര പുന്നൂസ് ജോഡികളുടെ 4 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു അനിതാമ്മ. വലിയ ക്രിസ്ത്യൻ കുടുംബമായിരുന്നു. പക്ഷേ അനിതാമ്മയുടെ മൂത്ത
3 ചേച്ചിമാരും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട 3 പേർക്കൊപ്പം ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു. ഒരാൾ ഒരു ഹിന്ദുവിനെ, ഒരാൾ ഒരു മുസ്ലിമിനെ, പിന്നെ ഒരാൾ ഇത്തിരി റിച്ചാ. പഞ്ചാബിൽ PG പഠിക്കാൻ പോയപ്പോൾ ഒരു സിഖുകാരനെയും പ്രേമിച്ചു കെട്ടി. അതോടെ എബ്രഹാം പുന്നൂസിന് പ്രേമം എന്ന് കേട്ടാലേ കലിയായി. അപ്പോഴാണ് ഇളയ മകൾ ആരുമില്ലാത്ത അനാഥച്ചക്കനായ സേതുമാധവനെ കയറി പ്രേമിച്ചത്. അന്ന് അച്ഛൻ ചെറിയൊരു കൊച്ചു തെമ്മാടിയായിരുന്നത്രേ, ഒരു മുരടൻ. അനിതാമ്മ ഇഷ്ടം പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഒന്നിനും കണ്ണിന് അടുപ്പിച്ചില്ലായിരുന്നു. പക്ഷേ അനിതാമ്മ വിട്ടില്ല, പിറകെ നടന്നു. അത് വീട്ടിൽ പിടിക്കുകയും ചെയ്തു. അപ്പോൾ കെട്ടുവണയിൽ അച്ഛയെ കെട്ടു എന്ന ഒറ്റ കാലിൽ നിന്നു അനിതാ പുന്നൂസ്. ഇതെല്ലാം എൻ്റെ അച്ഛനും അറിയാമായിരുന്നു. അനിതാമ്മ പിന്മാറില്ലെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ദാസ് അച്ഛൻ ഇവരുടെ അരയന്നമായി. PG കഴിഞ്ഞ് കൊൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ സേതു അച്ഛയെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പെണ്ണ് ചോദിച്ചോളാം, ഇപ്പൊ പോയി ഡോക്ടർ പഠിത്തം പഠിക്കാം അച്ഛൻ പറഞ്ഞു വിട്ടു. അങ്ങനെ എൻ്റെ അനിതാമ്മ ലോകം കിട്ടിയ സന്തോഷത്തിൽ MBBS പഠിക്കാൻ കോഴിക്കോട്ട് പോയി. എന്നിട്ട് വൈഭവ് ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ട് എന്താകാൻ? അനിതാമ്മ ഒരു വിധത്തിൽ അച്ഛനെ സമ്മതിപ്പിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ PG ചെയ്യാൻ പോയ സേതുമാധവൻ തിരികെ വന്നത് ഒരു കൈക്കുഞ്ഞുമായി. പോരെ, ഒരു കുഞ്ഞുള്ള ആൾക്ക് ഏതച്ഛനാ മകളെ കെട്ടിച്ചു കൊടുക്കുക? കൊടുത്തില്ല. അനിതാമ്മയുടെ അച്ഛൻ കട്ടായം പറഞ്ഞു, ഈ കല്യാണം നടത്തി തരില്ലെന്ന്. പക്ഷേ സേതു അച്ഛനെ അല്ലാതെ വേറെ ആരെയും വിവാഹം ചെയ്യില്ലെന്ന് അനിതാമ്മയും പറഞ്ഞു. അങ്ങനെ കാലം കടന്നുപോയി. അനിതാമ്മയുടെ അച്ഛൻ മരിച്ചപ്പോൾ ജാനകി അമ്മയും ഒക്കെ ഒത്തിരി പറഞ്ഞതാ അച്ഛയോട് അനിതാമ്മയെ വിവാഹം ചെയ്യാൻ. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. എനിക്ക് വേണ്ടി മാറ്റിവെച്ചു ആ ഇഷ്ടത്തെ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കാരണം അവർ രണ്ടുപേരും ഒന്നിക്കാതെ പോയതെന്ന്. അത് പറഞ്ഞു നിർത്തിയതും ശിവയുടെ കണ്ടമിടറി. ഏയ് ഇല്ല പെണ്ണെ, നീ അങ്ങനെ ചിന്തിക്കേണ്ട. നീ എന്ന് വെച്ച ജീവന സേതുവച്ചന് മാത്രമല്ല അനിതാന്റിക്കും. ചിലപ്പോൾ ഇത്തിരി താമസിച്ച് ഒന്നാകാനായിരിക്കും അവരുടെ വിധി. ശിവയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ മൂർത്താവിൽ ചുണ്ടു ചേർത്ത് വൈഭവ് ആശ്വസിപ്പിച്ചു. ഏയ് അച്ഛ അടിക്കില്ലേട്ടാ, ഞാനൊക്കെ എത്ര പറഞ്ഞെന്നറിയോ അനിതാമ്മയെ എൻ്റെ അമ്മയായി കൊണ്ടുവരാൻ. പക്ഷേ ആ മനസ്സിന് ഒരാട്ടവുമില്ല. മോള് പറഞ്ഞിട്ട് കേട്ടില്ലേ, മരുമോൻ പറഞ്ഞു നോക്കാമെന്നേ. ആക്ച്വലി ഇപ്പോൾ നിന്നേക്കാളും ഒരിഷ്ടം കൂടുതലാ നിന്റെ സേതുവച്ചൻ എന്നോട്. സോ ഞാനൊന്ന് നോക്കട്ടെ ഈ പഴയ ലവ് ബേഴ്സിനെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന്. അയ്യടാ, വലിയ ബ്രോക്കർ വന്നേക്കുന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ തന്നെ 2 വർഷം എടുത്ത ആളാ ഈ ഓൾഡ് പീപ്പിൾസിനെ ഒന്നിക്കാൻ നോക്കുന്നേ. നടന്നത് തന്നെ. ഒറ്റ കണ്ണൊന്നിറക്കി കുസൃതി ചിരിയോടെ വൈഭവ് പറഞ്ഞതും ശിവ അവനെ നന്നായി ഒന്ന് പുച്ഛിച്ചു വിട്ടു. വൈഭവ് ചിരിയോടെ പെണ്ണിനെ ഒന്നുകൂടെ പുണർന്നു പിടിച്ചു. ഉണ്ണേട്ടാ. കുറച്ചു നേരത്തെ മൗനമായി അങ്ങനെ ഇരുന്ന ശേഷം ശിവ അവനെ വിളിച്ചു. നടാഷ. അവളെ കിട്ടുമോ ഉടനെ? ശിവ ഇത്തിരി ആശങ്കയോടെ ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിലും നടാഷയെ ഓർത്ത് ഒരു പരിഭ്രാന്തി നിലച്ചു നിന്നിരുന്നു. പൂച്ചയുടെ ജന്മമാടിയവൾക്ക് ഒന്നല്ല ഒരുപാട് കാലം താണ്ടി വന്നവളാ. ഷീ വിൽ ബി ബാക്ക്. നോക്കിക്കോ, നാളെ തന്നെ അവളെ നിന്റെ മുന്നിൽ എത്തിക്കാൻ ഞാൻ. പെണ്ണിന്റെ മൂക്കിന് മുമ്പിൽ മൂക്കുരസി വൈഭവ് പറഞ്ഞതും ശിവയിൽ ഒരു ആശ്വാസച്ചിരി മിന്നി. അപ്പോഴും വൈഭവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടാഷയെ ഓർത്ത് വേണ്ടാത്ത ഒരു പേടി നിഴലിച്ചിരുന്നു. പിറ്റേന്ന് വെളുപ്പിനെ ബോഡി കിടക്കുന്ന റെയിൽവേ പാളത്തിനോട് ചേർന്ന് പോലീസും സ്ഥലനിവാസികളും ഒക്കെ കൂടിയിരുന്നു. പാളത്തിലേക്ക് എത്തി നോക്കാനും മറ്റും ശ്രമിക്കുന്ന കുറച്ച് നാട്ടുകാരെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു മാറി തന്റെ കാറിൽ ചാരി നിൽപ്പാണ് സിദ്ധു. അവന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വൈഭവിന്റെ കാറ് ഹൈ സ്പീഡിൽ അവന് മുന്നിൽ വന്നു നിന്നു. ചാടിയിറങ്ങിയ വൈഭവ് സിദ്ധുവിന് നേരെ പാഞ്ഞെടുത്തതും സിദ്ധു അവനെ തടഞ്ഞു. വേണ്ട വെച്ചു, നീ അങ്ങോട്ട് പോകണ്ട. സിദ്ധു പറഞ്ഞതും ചുവന്നു നിറഞ്ഞ വൈഭവിന്റെ കത്തുന്ന കണ്ണുകൾ അവനെ നോക്കി. നീ കണ്ടോ? കനത്ത ശബ്ദത്തിൽ ഇടറി വീഴുന്ന വാക്കുകളാലെ വൈഭവ് അത് ചോദിച്ചതും സിദ്ധുവിന്റെ മുഖം താണു. പറ സിദ്ധ, നീ കണ്ടോ അവളെ? അത് നടാഷയാണോ? സിദ്ധുവിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു വൈഭവ് അലറിയതും എന്നൊന്ന് തലയാട്ടി മൂളി സിദ്ധു.